ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ അതിന്റെ യുദ്ധ രീതികളിൽ പലപ്പോഴായും മാറ്റം വരുത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ കൂടുതലായും ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ്. ഇന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചെങ്കിലും അതോടൊപ്പം കൂടുതലായി ഡ്രോണുകൾ ഉപയോഗിക്കാനാണ് ഇറാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന സൂചന ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാവുക പ്രതിരോധ സംവിധാനങ്ങൾ. ഇപ്പോൾ നിലവിലെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഇസ്രായേലിന്റെ പല പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ സാധിക്കും. ഈ ഡ്രോണുകൾ നിരന്തരമായി അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 50 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഈ ഡ്രോണുകൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം ബ്രിട്ടനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഇത് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു പരിധി വരെ തകർക്കാൻ കഴിയുകയുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അമേരിക്കയിലെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകൾക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നാണ്. ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ പ്രതിരോധിക്കുന്നിടത്ത് വലിയ പ്രയാസം ഉണ്ടാകുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ വ്യോമ മേഖലകളിൽ വളരെ സുഖകരമായി തന്നെ ആക്രമണം നടത്താൻ കഴിയും. ചെറിയ ചെലവുള്ള ഡ്രോണുകൾ തന്നെ ധാരാളം ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ നിരന്തരമായി തകർക്കാൻ സാധിക്കും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാവുകയും മാറും. എന്നാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് പല വ്യക്തികളെയും ടാർഗറ്റ് ചെയ്യുന്നു, ഖാംനയെ വധിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പല ഭീഷണികളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. നിലവിൽ ഇറാനിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളി അല്ല എന്നാണ് ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് ഇറാന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം അവിടെയുള്ള ഈ മൊസാദിന്റെ ചാരന്മാരുണ്ടാക്കുന്ന പ്രതിസന്ധി തന്നെയാണ്. പലപ്പോഴും ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ തൊട്ടടുത്ത് വെച്ച് ഈ ചാരന്മാർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ ശക്തമായ രൂപത്തിലുള്ള തെരച്ചിൽ നടത്തുന്നത് ഈ ചാരന്മാർക്കെതിരെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 22 ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് 400 ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയോട് ചേർന്ന ഭാഗത്താണ് വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിനിടയിൽ 400 ഇസ്രായേലിന്റെ മൊസാദ് ചാരന്മാർ ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരമായി ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇറാൻ നടത്തുന്നത്. ചാരന്മാരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചാരന്മാരുടെ പ്രതിസന്ധി തീർന്നാൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ഒരുപക്ഷെ ഇറാൻ സാധിക്കും. എന്നാൽ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ക്ഷാമം നേരിടും. മാത്രമല്ല ബറാക്ക് 8 എന്നറിയപ്പെടുന്ന മിസൈലുകൾ, ഇത് ഡ്രോണുകളെയും അതുപോലെ മിസൈലുകളൊക്കെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പുതിയ സംവിധാനമാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഇന്നും ഇറാന്റെ ഡ്രോണുകൾ, ഞാൻ പറഞ്ഞു വളരെ ചെലവ് കുറഞ്ഞ ഈ ഡ്രോണുകളാണ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഡ്രോൺ ഇറാൻ ഉപയോഗിക്കാനുള്ള മറ്റൊരു കാരണം ഡ്രോണിന് വളരെ ചെലവ് കുറവാണ്. എന്നാൽ ഇതിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഇതിന്റെ 8-10 ഇരട്ടി ചെലവ് വരുന്നു എന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇസ്രായേലിന് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.